എൻ്റെ പുറകിലിതായിരിക്കുന്നത് ഞാൻ യൂസ് ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഗെയിമിംഗ് കമ്പ്യൂട്ടറാണ്. എന്തുകൊണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ അകത്ത് ഞാൻ പെയർ ചെയ്തിട്ടുള്ള പ്രൊസസ്സർ പറഞ്ഞുതരാം. ഇൻ്റലിൻ്റെ 13th Gen i5-13600K എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊസസ്സറാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കും, ഇതാണോ എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന്? അല്ല. കാരണം ഫസ്റ്റ് ടൈം ഞാൻ എൻ്റെ ലൈഫിൽ ഒരു GPU ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇൻ്റലിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള Arc A770 എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാഫിക് കാർഡ്. നിങ്ങൾ കേട്ടിട്ടില്ലായിരിക്കും. Intel ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവരുടെ ഗ്രാഫിക് കാർഡ് സീരീസ് പുറത്തിറക്കിയിട്ടുണ്ട്. അതാണ് ആർക്ക് സീരീസ്. Intelന്റെ Arc A770 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാഫിക് കാർഡും Intel i5 13th Gen ആണ് ഞാൻ പെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് എങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസ്, ഏതൊക്കെ രീതിയിൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു കോംബോ നിങ്ങൾ ചൂസ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് മനസ്സിലാവും. പ്രൊസസ്സറിനെ പറ്റിയിട്ട് വേണം നമ്മൾ ആദ്യം സംസാരിക്കാനായിട്ട്. Intelന്റെ 13th Gen Raptor Lake സീരീസ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ആലോചിക്കും, ഈ റാപ്റ്റർ ലേക്ക് എന്നൊക്കെ പറയുന്നത് എന്താണെന്നുള്ളത്. റാപ്റ്റർ ലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ Intelന്റെ 13th Gen കൊടുത്തിട്ടുള്ള ഒരു കോഡ് നെയിമാണ് റാപ്റ്റർ ലേക്ക്. 12th Gen Intel കോർ പ്രൊസസ്സറിനെ ആൽഡർ ലേക്ക് എന്നും അതുപോലെ തന്നെ 11th Gen റോക്കറ്റ് ലേക്ക് എന്നുമാണ് ഇവർ വിളിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ കോഡ് നെയിം കൊടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടോ Intelന് ലേക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. 12th ജനറേഷനിൽ പണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പെർഫോമൻസ് ഹൈബ്രിഡ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഫീച്ചർ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതായത് ഗെയിമിംഗ് പോലത്തെ ഹെവി ടാസ്കുകൾക്ക് വേണ്ടിയിട്ട് ഈ കോഴ്സും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ടാസ്കുകളായിട്ടുള്ള ഫോർ എക്സാമ്പിൾ ഡിസ്കോഡൊക്കെ വർക്ക് ആവാനായിട്ട് ഈ കോഴ്സും ഹാൻഡിൽ ചെയ്യും. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ലൈറ്റ് ആയിട്ടുള്ള എല്ലാ ടാസ്കുകളും ബാക്ക്ഗ്രൗണ്ട് ടാസ്കുകളും ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഈ കോഴ്സ്, അതായത് എഫിഷ്യൻസി കോഴ്സ് ആയിരിക്കും. ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു ഫീച്ചർ Intel 13th Gen ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. കൂടുതലായിട്ടുള്ള ഈ കോഴ്സും ഈ കോഴ്സും ഒക്കെ കൊണ്ടുവന്നിട്ട് Intelന്റെ 12th ജനറേഷനിൽ വന്നിട്ടുള്ള ത്രെഡ് ഡയറക്ടർ എന്നൊരു ഫീച്ചറില്ലേ, അതും കൂടി ഫൈൻ ട്യൂൺ ചെയ്ത് Intel ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ത്രെഡ് ഡയറക്ടർ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഹാർഡ്വെയർ ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണിത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോട് ചേർന്നാണ് ഈ ഒരു ടെക്നോളജി വർക്ക് ആവുന്നത്. വളരെ ഇന്റലിജന്റ് ആയിട്ട് ഏതൊക്കെ ടാസ്ക് ഏതൊക്കെ കോറുകൾക്ക് കൊടുക്കണമെന്ന് കറക്റ്റ് ആയിട്ട് അസൈൻ ചെയ്യുന്നതാണ് ഈ ഒരു ടെക്നോളജിയുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പെർഫോമൻസിൽ നല്ലൊരു ജമ്പ് വരികയും പവർ എഫിഷ്യൻസിയും കൂടുകയും ചെയ്യും. എസ്പെഷ്യലി വർക്ക് ലോഡ് ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നത് ഹൈബ്രിഡ് ആർക്കിടെക്ചറിൽ നിന്നായിരിക്കും. 6 പെർഫോമൻസ് കോറുകളും 8 എഫിഷ്യൻസി കോറുകളും കൂടി ചേർന്ന് 14 കോറുകളും 20 ത്രെഡും ആണ് ഈ ഒരു പ്രോസസ്സിനകത്ത് നമുക്ക് കിട്ടുന്നത്. കഴിഞ്ഞ ജനറേഷൻ വെച്ച് നോക്കുന്ന സമയത്ത് എഫിഷ്യൻസി കോർ ഡബിൾ ചെയ്തിട്ടുണ്ട്. സോ 4 എക്സ്ട്രാ കോറുകളാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. അത് ഭയങ്കര വലിയൊരു പെർഫോമൻസ് ഡിഫറൻസ് അല്ലെങ്കിൽ ഭയങ്കര ഹ്യൂജ് ആയിട്ടൊരു ഇമ്പാക്ട് പ്രോസസ്സറിൽ കൊണ്ടുവരുന്നുണ്ട്. ഇന്റലിന്റെ ടെർബോ ബൂസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് പെർഫോമൻസ് ഫ്രീക്വൻസി 5.1 GHz വരെ നമുക്ക് ഉയർത്താനായിട്ട് സാധിക്കും. പിന്നെ എടുത്തു പറയേണ്ട ഒരു സ്പെക്കാണ് ഇതിൻ്റെ സ്മാർട്ട് കേഷ്, അതുപോലെ തന്നെ തണ്ടർബോൾട്ട് 4. ഗെയിമേഴ്സിനും സ്ട്രീമേഴ്സിനും ഒരുപാട് ഉപയോഗമുള്ള 2 സ്പെക്കാണിത്. ആദ്യം ഞാൻ സ്മാർട്ട് കേഷ് എന്താണെന്ന് പറഞ്ഞുതരാം. സ്മാർട്ട് കേഷ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേഷ് സൈസ് എക്സ്പാൻഡ് ചെയ്ത് പ്രൊസസ്സറിൻ്റെ പ്രോസസ്സിംഗ് ആക്സിലറേറ്റ് ചെയ്യുന്ന ഒരു ഫീച്ചറാണിത്. അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ മാക്സിമം FPS നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്ത് കിട്ടും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ സ്ട്രീമർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രീം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ FPS കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഗെയിം എൻജോയ് ചെയ്യാനും പറ്റുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ട്രീമും ചെയ്യണമെന്നുണ്ടെങ്കിൽ മാക്സിമം നല്ല രീതിക്ക് ഗെയിം പെർഫോം ചെയ്യണം. ഇനി തണ്ടർബോൾട്ട് 4 ഇതിനെക്കുറിച്ച് പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നാലും ഞാൻ പറഞ്ഞുതരാം. ഡാറ്റ ട്രാൻസ്ഫർ സ്പീഡാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എത്ര വലിയ ഫയൽ സൈസും കൈകാര്യം ചെയ്യാൻ പറ്റും. 40 GB/s ബാൻഡ്വിഡ്ത്ത് വരെ പോകാനായിട്ട് ഇതിന് കഴിയും. ഗെയിമേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള വേറൊരെണ്ണം കൂടി ഇതിനകത്തുണ്ട്. Wi-Fi 6 ആണ്. ഗെയിം കളിക്കാനും സ്ട്രീം ചെയ്യാനും ഒക്കെ ഈ ഒരു Wi-Fi 6 Gig+ന്റെ സപ്പോർട്ട് വെച്ച് കഴിയും. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്മൂത്ത് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി സ്ട്രീമിംഗ് ഇതിനകത്ത് ഗ്യാരണ്ടീഡ് ആയിട്ടാണ് Intel പറയുന്നത്. സോ ദാറ്റ് നിങ്ങൾക്കിപ്പോൾ ഒരു എക്സ്റ്റേണൽ ഇഥർനെറ്റ് കണക്ട് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് സ്ട്രീം ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രീവിയസ് ജനറേഷൻ പ്രോസസ്സറിനെ വെച്ചിട്ട് 13th Gen കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് 15% സിംഗിൾ കോർ പെർഫോമൻസിൽ ബൂസ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ മൾട്ടി കോർ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 41% ആണ് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുള്ളത്. 13th Gen പ്രോസസ്സേഴ്സിന് DDR4ഉം DDR5 റാമും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു വളരെ എടുത്തു പറയേണ്ട കാര്യമാണ്. കാര്യം എല്ലാവരുടെ കയ്യിലും DDR5 റാം വാങ്ങാനായിട്ടുള്ള പൈസ ഉണ്ടാവണമെന്നില്ല. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് DDR4 ആദ്യം യൂസ് ചെയ്തതിന് ശേഷം പിന്നീട് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ DDR5ലേക്ക് പോയാൽ മതിയാവും. അതായത് 12th ജനറേഷൻ Intel കോർ പ്രൊസസ്സർ മദർ ബോർഡ് ഉള്ള ഒരു യൂസറിന് എങ്ങനെ പോയാലും നിങ്ങൾക്ക് 13th Genന്റെ പ്രൊസസ്സർ യൂസ് ചെയ്യാൻ പറ്റും. അതായത് 12th ജനറേഷൻ ഉപയോഗിക്കുന്നവർക്ക് 13th ജനറേഷനിലോട്ട് മാറാനായിട്ട് ഒരുപാട് പൈസ ചിലവൊന്നുമില്ല എന്ന് സാരം. ഓക്കെ, ഇനി എക്സൈറ്റിംഗ് പാർട്ട്, നിങ്ങളെല്ലാവരും കാത്തിരുന്ന എക്സൈറ്റിംഗ് പാർട്ട്, അതായത് Intel Arc. Intel Arc ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2022 അതായത് Intelന്റെ ഒരു ഡെഡിക്കേറ്റഡ് GPU മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നവർ. GPUവിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് Intelന്റെ പുതിയ ആൽക്കിമിസ്റ്റ് ആർക്കിടെക്ചർ ബേസ് ചെയ്തിട്ടുള്ള 16 GB DDR6
6 ഗ്രാഫിക്സ് കാർഡാണ്. 225 വാട്ട്സിൻ്റെ TBPയും ഇൻ്റലിൻ്റെ തന്നെ അപ്സ്കെയിലിംഗ് ടെക് ആയിട്ടുള്ള XeSS ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഗെയിമുകൾക്കകത്തുള്ള ഇമേജ് ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഇൻ്റൽ കൊണ്ടുവന്നിട്ടുള്ളൊരു ടെക്നോളജിയാണ് ഈ ഒരു XeSS ടെക്നോളജി എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് കൂടുതലായി പറഞ്ഞുതരാം. ഞാനിപ്പോൾ പറയുന്ന Arc A770 എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാഫിക് കാർഡ് കമ്പീറ്റ് ചെയ്യുന്നത് ഏതുമായിട്ടെന്നറിയാവോ? അതായത് നമ്മുടെ RTX 3060 Ti ആയിട്ട്. അപ്പോൾ ആ ഒരു ബേസിൽ വേണം നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. ആ ഒരു പ്രൈസും ഈ ഒരു പ്രൈസൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ഇറങ്ങുന്ന പല GPUവിൻ്റെ അകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ വേണ്ട റേ ട്രേസിങ്ങും ഈ ഒരു ആർക്കിൻ്റെ അകത്ത് ഇൻ്റൽ കൊണ്ടുവന്നിട്ടുണ്ട്. XeSS ടെക്നോളജി കുറച്ച് ഡീപ്പായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗെയിമിൻ്റെ പെർഫോമൻസിനെയും അതുപോലെ തന്നെ ക്വാളിറ്റി ഉണ്ടല്ലോ, നമ്മൾ കാണുന്ന ഒരു ക്വാളിറ്റി, അതിനെയും ഈ ഒരു XeSS ടെക്നോളജി വെച്ചിട്ട് കൂട്ടാൻ പറ്റും. പിന്നീട് റേ ട്രേസിംഗ് വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാ അഡ്വാൻറ്റേജസും ഉണ്ടാവും. റിഫ്ലക്ഷൻസിൻ്റെ ഭയങ്കര യൂണീക്ക് ആയിട്ടുള്ള റിഫ്ലക്ഷൻസും ഭയങ്കര റിയൽ ലൈഫ് റിഫ്ലക്ഷൻ ഫീച്ചേഴ്സും എല്ലാം നമുക്ക് കിട്ടും. ഇനി വേറൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ Arc A770 AV1 എൻകോഡിങ്ങും ഉണ്ട്. ഇതൊരു പുതിയൊരു വീഡിയോ കോഡക്കാണ്. അതായത് പൊതുവെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നവർക്ക് അറിയാം H.264ഉം 265ഉം വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ബെറ്റർ ആയിട്ടുള്ള കംപ്രഷൻ റേറ്റും ബെറ്റർ ആയിട്ടുള്ള എഫിഷ്യൻസിയും ഈ ഒരു കോഡക്കിൻ്റെ അകത്തുണ്ട്. അത് നമ്മുടെ ഇൻ്റൽ ആർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുള്ളതും ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. വീഡിയോ എഡിറ്റ് ചെയ്യാനാവട്ടെ, അതിനകത്ത് ഞാൻ ഡാവിഞ്ചി യൂസ് ചെയ്തിട്ടുണ്ട്, പ്രീമിയർ പ്രോ യൂസ് ചെയ്തിട്ടുണ്ട്. എന്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാലും വളരെ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതുപോലെ തന്നെ വീഡിയോ പ്ലേ ബാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, റെൻഡർ ചെയ്യാൻ പറ്റുന്നുണ്ട്. റെൻഡറിങ്ങിൻ്റെ എല്ലാം ഒരു കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡേറ്റ വെച്ചിട്ട് ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്താൽ മതി. അത് മാത്രമല്ല നിങ്ങൾക്ക് ഗെയിമിംഗ് എന്ന് പറഞ്ഞ ആസ്പെക്റ്റ് ആയിരിക്കും നിങ്ങൾ കൂടുതലായിട്ട് നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇൻ്റലിൻ്റെ Arc A770 എന്ന് പറഞ്ഞിട്ടുള്ള GPU വളരെ കേപ്പബിളാണ്. 4K അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് ഗെയിമുകൾ കളിക്കാൻ പറ്റും. നിങ്ങൾക്ക് കുറച്ചുകൂടി പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1440pയിലിട്ട് കളിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ആൻഡ് നിങ്ങൾക്ക് എക്സ്ട്രീം വേണമെന്നുണ്ടെങ്കിൽ 1080pയിൽ ഇട്ടാൽ മതി, സൂപ്പർബായിരിക്കും. ഇനി പ്രീമിയർ പ്രോയുടെ വേറൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 4K നമ്മൾ സോണി ക്യാമറയിൽ സോണി A7Cയിൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ള 4K 24 FPS 15 മിനിറ്റ്സിൻ്റെ അകത്തുള്ള വീഡിയോ റെൻഡർ ചെയ്യാനായിട്ട് ഒരു 10 മിനിറ്റോളമാണ് നമുക്ക് എടുത്തത്. കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഭയങ്കര വലിയൊരു ഡിഫറൻസ് ആണ് എനിക്ക് എഡിറ്റിങ്ങിൻ്റെ റെൻഡറിങ് പാർട്ടിൽ ഫീൽ ചെയ്തത്. ഞാൻ കുറച്ച് ഗെയിം കളിക്കുന്നതിൻ്റെ കുറച്ച് ഫുട്ടേജുകൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇടാം. അതൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോട് കൂടിയായിരിക്കും ഇടുന്നത്. നിങ്ങളൊന്ന് കണ്ടു നോക്കുക അതിനകത്ത് എത്ര FPS കിട്ടുന്നുണ്ടെന്ന്. ഗീക്ക് ബെഞ്ചിൻ്റെ സിനി ബെഞ്ച് സ്കോറുകളും ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് 3D മാർക്ക് സ്കോറുകളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം ഒന്ന് പോസ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോക്കാവുന്നതാണ് എന്താണ് അതിനകത്ത് വന്നിട്ടുള്ള ചേഞ്ചസ് എന്നും സ്കോറുകളും കാര്യങ്ങളെല്ലാം. ഇനി Arc A770 എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാഫിക് കാർഡ് യൂസ് ചെയ്തിട്ടുള്ള ഓവറോൾ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം. വളരെ നോട്ട് ചെയ്തോ, വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു GPU ആണിത്. ലൈക്ക് പ്രൈസ് വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്നതിനുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് അതിനകത്ത് കിട്ടുന്നുണ്ട്. നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്, അതുപോലെ തന്നെ നിങ്ങളൊരു ഗെയിമറാണ്, ഒരു സ്ട്രീമർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണിത്. നിങ്ങൾക്ക് റെൻഡർ ചെയ്യാനായിട്ട് ഒരുപാട് ടൈമൊന്നും എടുക്കാൻ പാടില്ല. നിങ്ങൾക്ക് വളരെ സ്മൂത്തായിട്ട് റെൻഡർ ചെയ്ത് തീർക്കാൻ പറ്റണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും നല്ല പെർഫോമൻസ് കിട്ടണം. അതുമാത്രമല്ല നിങ്ങൾക്ക് ഞാൻ ഇതിനകത്ത് പറഞ്ഞു തന്നിട്ടുള്ള എല്ലാ ഗെയിമുകളും നിങ്ങൾക്ക് നല്ല സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റണം. നല്ല പെർഫോമൻസ് ഗെയിമിങ്ങിലും അതുപോലെ തന്നെ കോണ്ടന്റ് ക്രിയേറ്റിങ്ങിലും എഡിറ്റിങ്ങിലും അല്ലെങ്കിൽ ലൈറ്റ് റൂമിലും ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് 13 Gen i5 പ്രോസസ്സറാണ്. അത് നിങ്ങളുടെ കയ്യിൽ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ i9 വരെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ പെർഫോമൻസ് ഞാനിപ്പോൾ പറഞ്ഞത് i5 പ്ലസ് Arc A770 എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാഫിക് കാർഡും കൂടി ക്ലബ് ചെയ്തിട്ടാണ്. നിങ്ങൾക്ക് ഇതിനെ നിങ്ങളുടെ രീതിക്ക് വേണമെങ്കിൽ i7 ആക്കാം അല്ലെങ്കിൽ i9 ആക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ ബെഞ്ച് മാർക്ക് റിസൾട്ട് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് കരുതുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് സെക്ഷനിലും കമൻറ്റ് ചെയ്യുക.